നമ്മള് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ കൂടെ കടന്നു പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇങ്ങനെ അബ്രഹാമിന്റെ ജീവിതമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. For the last couple of weeks we are looking at the life of Abraham. നമ്മൾ കണ്ടു, each of the heroes of faith, we saw one aspect of faith. അല്ലേ? നമ്മൾ വിശ്വാസത്തിന്റെ ഓരോ ഭാഗങ്ങൾ കണ്ടു. We saw faith worshiping, we saw faith walking, അത് ഹാനോക്കിന്റെ കാര്യത്തിലാണ്. Then we saw faith working, that's in the case of Noah. Then അബ്രഹാമിന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ലീഡിംഗ് ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ it is faith waiting. വിശ്വാസം കാത്തിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് കൂടുതലായിട്ട് അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുകയാണ്. അബ്രഹാമിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചെങ്കിലും ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കട്ടെ. I'm reading from verse 8 onwards. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നെന്ന് അറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്നെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിലുള്ള ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പൃഥുദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. ഇവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ആ 16 വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ അവരുടെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ഒരവസാനിപ്പിക്കുകയാണ്. We really think that this is kind of a semi-conclusion to the story of Abraham. എന്നാൽ 17 പിന്നെയും അബ്രഹാമിലേക്ക് മടങ്ങി വരിക. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. സോ ആ 19 വരെയുള്ള വാക്യങ്ങൾ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് എബ്രഹാം. അബ്രഹാമിനെ പറ്റി ഒന്ന് പറഞ്ഞേച്ച് ഒരു ജനറൽ കൺക്ലൂഷൻ ഐഡിയ തന്നേച്ച് പിന്നെയും അബ്രഹാമിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടു. അബ്രഹാം എവിടേക്ക് പോകുന്നെന്ന് അറിയുന്നില്ല. എന്നാണ് വാഗ്ദത്ത നിവൃത്തി ഉണ്ടാകുന്നതെന്ന് എനിക്കറിയുന്നില്ല. പക്ഷെ ഒരു കാര്യം, ദൈവം വിളിച്ചു, താൻ പിന്നാലെ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാമിനെ പറ്റി പറഞ്ഞ ഒരു കാര്യം, ഈ വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്നു വിശ്വാസത്തിന് കൂട്ടവാസികളായി ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. അവിടെ ഇരിക്കുന്നു, ബൈ ഫെയ്ത്ത് ഹി ഡ്വെൽറ്റ് ഇൻ എ ലാൻഡ് ഓഫ് പ്രോമിസ് ആസ് ഇൻ എ ഫോറിൻ കൺട്രി, dwelling in tents with Isaac and Jacob, the heirs with him of the same promise. അപ്പം ദൈവം വാഗ്ദത്ത ഭൂമി കൊടുത്തു, അവരോട് ചെന്ന് പാർത്തെങ്കിലും അവിടെ പാർക്കുമ്പോഴും അവരൊരു അന്യദേശത്ത് പാർക്കുന്ന പോലെ they living like, you call it a resident alien എന്ന് വേണേൽ പറയില്ലയോ. Abraham lived as a sojourner. Okay, ഒരു പരദേശിയെ പോലെയാണ് താൻ വാസ്തവത്തിൽ അവിടെ താമസിച്ചത്. One who lives at a certain place but doesn't have a permanent status there. അതായത് നമ്മൾ റെസിഡന്റ് ഏലിയൻ എന്നൊക്കെ പറയുമ്പം നമുക്കറിയാമല്ലോ, അവിടെ നമുക്ക് താമസിക്കാം. യു ഹാവ് ദ പെർമിഷൻ ടു സ്റ്റേ, ബട്ട് ദാറ്റ് ഈസ് നോട്ട് യുവർ പെർമനന്റ് ഹോം. അപ്പൊ അബ്രഹാം അവിടെ പാർക്കുന്ന സമയത്തും ഹി വാസ് ലുക്കിംഗ് ഫോർ സംതിങ് എൽസ്. മറ്റേതോ ഒരു ദേശത്തേക്ക് പോകാനായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി അവിടെ പാർത്തതായിട്ട്
നമുക്കവിടെ കാണുന്നുണ്ട്. ഓക്കെ, തൻ്റെ ഹാർട്ട് അവിടെയല്ലായിരുന്നു. തങ്ങൾ അന്യരും പരദേശികളും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വിശ്വാസത്തിൽ മരിക്കുന്നത്. മറ്റെവിടെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന, വിട്ടുപോകുന്ന സ്ഥലത്തേക്കല്ല. They were not returning to the same place they came from, but some other place. മറ്റേതോ ഒരു സ്ഥലം. വന്ന സ്ഥലത്തേക്ക് പോകാനായിരുന്നെങ്കിൽ there was a lot of opportunity for them to go back to the place. But here, Abraham is looking for another country, another place, another city. Praise God. ഇവിടെ പറഞ്ഞു വിട്ടുപോകുന്നതിന് 15 പറഞ്ഞു വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നല്ലോ. അവരധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു. Okay, they were looking for a better country from than where they came from. That is like മെസപ്പൊട്ടോമിയ കാട്ടിൽ മെച്ചമായ ഒരു സ്ഥലം, ഇപ്പോൾ അവർ താമസിക്കുന്ന കനാൻ ദേശത്തെക്കാൾ മെച്ചമായിട്ടൊരു സ്ഥലം. അപ്പൊ കനാൻ ദേശത്ത് പാർക്കുമ്പോഴും അബ്രഹാം he was looking forward to another city. ഈ ഒരു പരദേശിയെ കാണാനായിട്ട് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. It is very easy to distinguish a sojourner or a foreigner, because the way they walk is different, the way they talk is different, the way they dress is different, their mannerisms are different, entertainment is different, their citizenship, their friends all speak of their native home. But എവിടുത്തുകാരാണ് എന്ന് അവരെ കാണുമ്പോഴേ അറിയാം. നമ്മൾ ഇന്ത്യക്കാരാണെന്ന് ആൾക്ക് പ്രത്യേകിച്ച് തല എഴുതി ഒട്ടിച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. You don't need to put a sticker saying I'm an Indian. People look at us, they know. They look at the way a woman dresses, the kind of dress that we wear, our features, the way we talk. നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ പോലും നമ്മുടെ ഇംഗ്ലീഷ് കേൾക്കുമ്പോഴേ അവർക്കറിയാം. ഇവിടെ പറയുന്ന പോലെ യു സ്പീക്ക് വിത്ത് an accent എന്ന് പറയും. നമ്മുടെ ആ ഭാഷ കേൾക്കുമ്പോഴേ ആളുകൾക്കറിയാം, ഓ ദിസ് ഗൈ ഈസ് an Indian, he is not, he is a foreigner എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് കഴിയും. സോ അതിനകത്തൊരു സ്പിരിച്വൽ ലെസൺ ഉണ്ട് കേട്ടോ. അതിനകത്ത് സ്പിരിച്വൽ ലെസൺ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ you need to look different. If you look like the natives, ശരിക്കും പറഞ്ഞാൽ if someone is the same in all the areas as the natives, എന്ന് പറഞ്ഞാൽ സ്വദേശികളായിട്ടുള്ള ആളുകളെ പോലെ തന്നെയാണ് എല്ലാ വിഷയങ്ങളിലും, then they are no longer sojourners. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ പരദേശി എന്ന് വിളിക്കാൻ ഒക്കത്തില്ല. They are no longer sojourners. They are not going somewhere else. They belong there. അപ്പൊ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ you cannot identify with the world completely. ഈ ലോകത്തിന്റെ സ്റ്റാൻഡേർഡ്, ലോകത്തിന്റെ പരിപാടികൾ, ഇതെല്ലാമായിട്ട് നമുക്ക് വാസ്തവത്തിൽ ഒത്തുപോകാനായിട്ട് നമ്മൾ കഴിയത്തില്ല. We need to look different. ഇവിടെ പറയുന്നു dwelling in tents with Isaac and Jacob. ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. സോ നമ്മൾ കണ്ടു, because they had no permanent home. Abraham, Isaac and Jacob. Look at 3 generations. They lived in tents instead of houses. അവര് വീടുകൾ ഉണ്ടാക്കി അതിൽ പാർത്തില്ല, അവർ കൂടാരങ്ങളിൽ പാർത്തു. കാര്യം അതെല്ലാം നോക്കുന്നത്, they were looking for a better country. ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു സിറ്റിയാണ് അവര് നോക്കിക്കൊണ്ടത്. അപ്പൊ നമ്മള് ആ വാക്യങ്ങളിൽ 3 കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ ശ്രദ്ധിച്ചത്. ഒന്ന്, his faith extended to his family. അപ്പം അബ്രഹാമിന്റെ അവിശ്വാസം തൻ്റെ പിന്തലമുറക്കാരായ ഇസഹാക്കിനും യാക്കോബിനും ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയായിരുന്നു. ഓക്കെ, അബ്രഹാമിനോട് കൂടെ they were linked as heirs with him of the same promise. ദൈവം കൊടുത്ത ആ വാഗ്ദാനത്തിന് പ്രോമിസിന് ഓഹരിക്കാരായിട്ട് മകനും കൊച്ചുമകനും എല്ലാം. സോ വലിയപ്പനും മകനും കൊച്ചുമകനും, 3 generations of people sharing the faith, sharing the promise. That is something great about Abraham's faith. രണ്ടാമത്,
he showed a tenacious faith by living as a nomad in a foreign land without rights and privileges. ആ ദേശത്ത് ഒരു പരദേശിയെ പോലെ, ഒരു നാടോടിയെ പോലെ എന്നൊക്കെ വേണേൽ നമുക്ക് പറയാനൊക്കെ. Someone who has no permanent place to stay, moving from place to place. That's called nomadic life എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെ ചുറ്റിക്കറങ്ങി പോകുന്ന ആളുകൾ. No permanent address. And that is how he showed his faith. തന്റെ വിശ്വാസം താൻ വെളിപ്പെടുത്തിയത് വാസ്തവത്തിൽ അങ്ങനെ ഒരു പരദേശിയായിട്ട്, ഒരു യാത്രക്കാരനായിട്ട് ആണ്. അന്യദേശത്ത് എന്ന പോലെ, വാഗ്ദത്ത ദേശത്ത് അന്യദേശത്ത് എന്ന പോലെ ജീവിച്ചു. See, that was his promised land. ഈ ഭൂമിയിലെ promised land ആയിരുന്നു the land of Canaan. But in that promised land, he lived like a sojourner. ആ വാഗ്ദത്ത ഭൂമിയിലും താൻ ഒരു പരദേശിയെ പോലെ അവിടെ പാർത്തു. അപ്പൊ ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം നന്മകളുണ്ടെങ്കിലും നമ്മളെ എപ്പോഴും ഭരിക്കുന്ന ഒരു ഫിലോസഫി ഉണ്ടായിരിക്കണം. ദിസ് വേൾഡ് ഈസ് നോട്ട് മൈ ഹോം. ഇതെന്റെ വീടല്ല, ഇവിടെ എനിക്ക് നിലനിൽക്കുന്ന ഒന്നുമില്ല. ഇവിടെ നാം വെറും പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ആ പാട്ട് എപ്പോഴും എന്നെ വളരെ ചിന്തിപ്പിക്കാറുണ്ട്. ആ പാട്ട് പറയുന്നത്, ഇവിടെ ഞാൻ വെറും ഒരു പരദേശിയ, ഇവിടുത്തെ എൻ്റെ പാർപ്പിടം ഒരു വഴിയമ്പലത്തിൽ, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ലിവിങ് ഇൻ an inn. ഇന്നിൽ പോയി താമസിക്കുന്ന പോലെ, ഒരു സത്രത്തിൽ താമസിക്കുന്ന പോലെയാണ്, വഴിയമ്പലത്തിൽ താമസിക്കുന്ന പോലെയാണ് ഈ ഭൂമിയിലെ ജീവിതം. ഇവിടെ നമ്മുടെ പെർമനന്റ് സ്ഥലമല്ല. ഇറ്റ്സ് an attitude of a pilgrim. ഇതാണ് പിൽഗ്രിമിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ കണ്ടത് ഒരു കാര്യം, Abraham did not look for a physical city in the promised land, but for a spiritual city founded and built by God. ഒരു ഭൗതികമായിട്ടുള്ള അക്ഷരീയമായിട്ടുള്ള ഒരു സിറ്റി ഭൂമിയിൽ താൻ അന്വേഷിച്ചില്ല, ഒരു പട്ടണം അന്വേഷിച്ചില്ല. എന്നാൽ ആത്മീയമായിട്ടുള്ള ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ച ആ പട്ടണത്തിനു വേണ്ടി താൻ കാത്തിരിക്കുക. പിന്നെ നമ്മൾ കണ്ടു, അബ്രഹാമിന്റെ കാര്യം സംസാരിച്ച് പറയുന്ന കൂട്ടത്തിൽ സാറായിയും കൂടെ അതിനകത്തൂടെ കൊണ്ടുവരുന്നുണ്ട്. വിശ്വാസത്താൽ സാറയും 11 വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോൽപാദന ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനാവിന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടപ്പെടുത്തി എണ്ണുകൂടാതെ നമ്മൾ. സോ Sarah is also part of the faith equation. അബ്രഹാമിന്റെ മാത്രം വിശ്വാസമല്ല ഇവിടെ 11ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത്, സാറായും. ഓക്കെ, സാറയുടെ വിശ്വാസം പെർഫെക്റ്റ് വിശ്വാസം എന്നൊന്നും പറയാനൊക്കത്തില്ല. സാറ അവിശ്വാസത്തിൽ ചിരിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നത്. ഷീ laughed in unbelief ഒക്കെ ഉണ്ടെങ്കിലും she learned to laugh with God. Learned to laugh in faith. വിശ്വാസത്തിൽ, അതിന്റെ ഒരു ഭാഗത്ത് വിശ്വാസത്തിൽ താൻ ചിരിക്കുന്നുണ്ട്. ഈ ആശ്ചര്യം ഓർത്തുകൊണ്ട് താൻ ചിരിക്കുന്നുണ്ട്. ഓക്കെ, because she judged him faithful who promised. അപ്പം സാറായുടെ ജീവിതത്തിലും ഈ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ പേര് വരാനായിട്ടുള്ള കാരണം നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണെന്ന് സാറായും കൂടെ എണ്ണി. It's not just Abraham alone, but Sarah also is part of the faith equation. Okay, അങ്ങനെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ ശക്തി ദൈവം കൊടുത്തിട്ട് കടൽപ്പുറത്തിലെ മണൽ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും സന്തതികളെ പ്രാപിക്കുവാൻ മൃതപ്രായരായ ശരീരം ഉണ്ടായിരുന്ന ആളുകൾ, they are as good as dead എന്നാണ് പറഞ്ഞിരിക്കുന്നത്. There was only one reason, because they believed God was faithful. Okay, ഇനിയും അവിടെ നമ്മൾ അവരെ കുറിച്ച് എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. They all died in faith, not having received the promise. ഇവരിലെല്ലാം കോമൺ ആയിട്ട് ഇതുവരെ പറഞ്ഞ ആളുകളുടെ ഒക്കെ കാര്യങ്ങളായിരിക്കും. Probably starting with the Abel, Enoch, Noah, Abraham, Sarah, ഇവരെയൊക്കെ പറഞ്ഞു വന്ന് പറയുന്ന ഒരു കാര്യം, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ വിശ്വാസത്തിൽ മരിച്ചു. Okay, they all died in faith. The promise of Messiah was made to Abraham, especially അബ്രഹാമിനോട് ബന്ധത്തിലാണല്ലോ
ദൈവം ഈ വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അവിടെ പറയുന്നുണ്ട്, they believed the promise, but they did not receive the promise. They believed the promise, yet they died having never received it, only seeing it in faith. അബ്രഹാമും സാറായും ഈ വാഗ്ദത്തം കൈകൊണ്ട് പിടിച്ചില്ലെങ്കിൽ പോലും കണ്ണുകൊണ്ട് അവർ ദൂരവേ ആ വിശ്വാസം കണ്ടു, ആ പ്രോമിസ് കണ്ടു. ഓക്കെ, വാഗ്ദത്ത നിവൃത്തി ദൂരത്ത് നിന്ന് കണ്ടു എന്നാ പറയുന്നത്. They saw the promise afar off. ദൂരെ നിന്ന് അവര് ആ വാഗ്ദത്ത പ്രോമിസ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവര് ഏറ്റുവാങ്ങിയ. അവിടെ എഴുതിയിരിക്കുന്ന മറ്റൊരു പദപ്രയോഗം എന്ന് പറഞ്ഞു, they embraced them. ദൂരത്ത് നിന്ന് അത് അഭിവന്ദിച്ചും, taking the promise and embracing it in faith. Okay, Abraham and Sarah probably thought many times a day about the son God promised, and these many times they embraced the promise. ഓരോ പ്രാവശ്യവും ഈ വാഗ്ദത്ത സന്തതിയെ കുറിച്ച് അവരിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് വിശ്വാസത്താൽ ആ കാര്യം അവര് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, the saints embrace the promises. അവര് വാഗ്ദത്തം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഈ എംബ്രേസ് ദം എന്ന പദത്തിന് ഈ സല്യൂട്ട് എന്നൊരർത്ഥമുണ്ട്. സല്യൂട്ട്, ആസ് വെൻ ദേ സീ എ ഫ്രണ്ട് അറ്റ് എ ഡിസ്റ്റൻസ്. നമുക്കറിയാം, ദൂരെ നിന്നൊരു സ്നേഹിതനെ കാണുമ്പോൾ നമ്മളിങ്ങനെ സല്യൂട്ട് ചെയ്യുന്നത് പോലെ ഇവര് ദൂരെ നിന്ന് ഈ വാഗ്ദത്തം ദൂരെ കണ്ടുകൊണ്ട് ഇവരതിനെ സല്യൂട്ട് ചെയ്തു, അവരും അഭിവന്ദിച്ചു എന്നാണ് അവിടെ പറയുന്നത്. They received this from afar. They saluted this from afar. Very good. And they confessed they were strangers and pilgrims. ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളും എന്ന് അവര് ഏറ്റുപറഞ്ഞു. ഓക്കെ, എന്നാൽ ഇവിടെ ഇവരിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, ഈ എക്സാമ്പിൾസിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം, ദീസ് എക്സാമ്പിൾസ് ഓഫ് ഫെയ്ത്ത് എൻഡ്യൂർഡ് ത്രൂ ഡിഫിക്കൽട്ടി ആൻഡ് ഡിസ്കറേജ്മെന്റ് വിത്തൗട്ട് ഹാവിംഗ് റിസീവ്ഡ് ദ പ്രോമിസ്. അപ്പൊ ഇവരോട് പറയുകയാണ്, വാഗ്ദത്തം ദൂരെ കണ്ടൊന്ന് സല്യൂട്ട് ചെയ്ത് അല്ലാതെ വാഗ്ദത്തം കയ്യിൽ പിടിക്കാൻ അവസരം അവർക്കുണ്ടായില്ല. They did not have the opportunity actually to receive or hold the promise in their hands or to achieve it. They saw it for sure, but they had to experience lot of difficulty, lot of discouragement. ഒത്തിരി പ്രയാസങ്ങളും ദുഃഖങ്ങളും നിരാശകളും എല്ലാം ഇവരുടെ വിശ്വാസയാത്രയിൽ ഇവർക്ക് നേരിടേണ്ടി വരുന്നു. Okay, without receiving the promise. വാഗ്ദത്ത നിവൃത്തി ഒന്നും അവർക്ക് കിട്ടിയില്ല. They had to patiently wait. എന്നാൽ നമുക്ക്, we who have received the promise, we have even more reason to endure. അപ്പൊ അവരോട് പറയാണ്, ഇതൊന്നും കാണാതെ ദൂരത്ത് നിന്ന് അഭിവന്ദിച്ച് സല്യൂട്ട് ചെയ്ത് കഷ്ടങ്ങൾ സഹിച്ച് എൻഡ്യൂർ ചെയ്ത ഈ പിതാക്കന്മാര്, അബ്രഹാമും സാറായും മറ്റുള്ള ആളുകളും ഒക്കെ വളരെ കഷ്ടങ്ങൾ സഹിച്ച് നിന്ന് അവർ ഇത് വാഗ്ദത്ത നിവൃത്തി പോലും പ്രാപിക്കാതെ സഹിച്ച് നിന്നെങ്കിൽ, വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ച നമ്മള്, we are on the other side of the promise. We only need to look backward. They look forward. അവർ മുൻപോട്ട് നോക്കി, നമ്മൾ പുറകോട്ടാണ് നോക്കുന്നത്. 2000 years back in the history. We've seen it. We saw the promise. We see what God could do. അങ്ങനെ ജീവിക്കുന്ന നമ്മൾ, just think about us. How much more, what more reasons, we have lot more reasons for endurance. Okay, so വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതിരുന്നിട്ടും ഈ വിശ്വാസ വീരർ കഷ്ടതയുടെയും ബുദ്ധിമുട്ടിന്റെയും നടുവിൽ സഹിച്ചു നിന്നെങ്കിൽ, വാഗ്ദത്ത നിവൃത്തി കണ്ട നാം എത്രയധികം സഹിച്ച് നിൽക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത് ഈ മടങ്ങിപ്പോകാൻ പോകുന്ന, കഷ്ടപ്പാട് കണ്ട് വിഷമിച്ചു പോകാൻ പോകുന്ന ഒരു കൂട്ടം എബ്രായ വിശ്വാസികൾക്ക് ഇവരുടെ ജീവിതം എടുത്തു കാണിച്ചിട്ട് അവരെ ചലഞ്ച് ചെയ്യുക. The author is challenging them. Look at the lives of these people. They never see the promise, but they endured suffering, shame, discouragement. But now you have the promise.
you ought to be standing firmly. നിങ്ങൾ ഇച്ചിരി ഉറപ്പോടെ നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. Okay? So this is very important. They all died in faith. അവിടെ ഇരിക്കും അവരെല്ലാം വിശ്വാസത്തിൽ മരിച്ചു. They did not need to seek faith on their death. അവിടെ മരണക്കിടക്കയിൽ വിശ്വാസം അന്വേഷിക്കേണ്ട ഒരു കാര്യം അവർക്കുണ്ടായില്ല. They died in faith. വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ വിശ്വാസി മരിക്കാനൊക്കത്തുള്ളൂ. Okay? So they did have faith. They did also die. We do not have faith to escape death, but to die in faith. ഇപ്പൊ നമുക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് മരണം കൂടാതെ രക്ഷപ്പെടും എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവ് വരുന്നുണ്ടെങ്കിൽ നമ്മളെ മരണം കൂടാതെ എടുത്തെന്നിരിക്കും. If the Lord were to come before we die, then we will be taken up without seeing death. Otherwise, we all will die. Okay? But we will die in faith. നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ മരിക്കും. Amen. So faith is not an insurance to escape death. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധിയല്ല വിശ്വാസം. Okay? So they never went beyond faith and grew beyond simple dependence on God. അപ്പോൾ ഇന്ന് ഒരു കാര്യം നമ്മൾ കണ്ടു, ഇവർ വിശ്വാസത്തിൽ ഭയങ്കര തളർത്ത് നിന്ന് ദൈവത്തിൽ ആശ്രയം വിട്ടില്ല. They never went below faith and lost faith. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയി, അങ്ങനെ അവർ വിശ്വാസം നഷ്ടപ്പെട്ടുമില്ല. They maintained their faith. They died in faith. Okay, നമ്മൾ കണ്ടു ഇവരെല്ലാം they were looking for a homeland. Okay, they were all looking for a homeland. നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാണ്. I just want to bring you up to speed. 17 തൊട്ടുള്ള വാക്യങ്ങളിൽ പിന്നെയും ഈ അബ്രഹാമിനെ കുറിച്ച് എടുത്ത് പിന്നെയും പറയുന്നു. By faith Abraham, when he was tested, offered up Isaac, and he who had received the promise offered up his only begotten son, of whom it was said, in Isaac your seed shall be called, concluding that God was able to raise him up even from dead, from which he also received him in a figurative sense. അവിടെ എഴുതിയിരിക്കുന്ന വിശ്വാസത്തിൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. അപ്പൊ അവിടെ നമ്മൾ ശരിക്കും 17 വാക്യത്തിൽ പെർഫെക്റ്റ് ടെൻസാ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്താൽ യാഗം അർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന അരുളപ്പാട് ലഭിച്ച വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തൻ എന്നെണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. അപ്പൊ ഒരിടത്ത് പറയുന്നു അർപ്പിച്ചു എന്ന് പറയുന്നു, മറ്റൊരു സ്ഥലത്ത് പറയുന്നു തിരികെ പ്രാപിച്ചു എന്നിരിക്കുന്നു. So on one side it says he offered up his son, but on the other side it says that he received him back. That means he didn't have to offer him, he received him back. Okay. നമ്മൾ അബ്രഹാമിന്റെ ആ വിശ്വാസത്തെ കുറിച്ചും അതുപോലെ തന്നെ I remember talking to you about Isaac for a moment. ഇസഹാക്കിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ ഇടയായി തീർന്നു. ഓക്കെ, ഒന്നരുടെ ഒബ്സർവേഷൻ അതിനകത്ത് പറഞ്ഞ് ഞാൻ വേഗത്തിന് പോടുവാൻ ആഗ്രഹിക്കുക. ഈ 17 തൊട്ട് 19 വാക്യത്തിൽ അബ്രഹാമിന്റെ വിശ്വാസം അവിടെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, വിശദീകരിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്ന ഒരു കാര്യം, വിശ്വാസത്തിന് ഒരു സാക്രിഫൈസ് ഉണ്ട്. വിശ്വാസത്തിന് there's a sacrifice. Faith has a sacrifice. വിശ്വാസത്തിന്റെ യാഗം. ഓക്കെ, അതായത് Abraham's faith produced immediate obedience. So വിശ്വാസവും അനുസരണവും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. ഓക്കെ, വിശ്വസിക്കുന്നയാൾ ഇമ്മീഡിയറ്റ്, അവിടെ എഴുതിയിരിക്കുന്നു when he was tested he offered up. When he was tested he offered up. Okay, ദൈവത്തിന്റെ കൽപ്പന തമ്മിൽ വിരോധം തോന്നിയപ്പോൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാൻ തയ്യാറാകുകയും. So the moment God gave him the command, the demand, he was ready to obey. അപ്പം അനുസരണവും ഇതും തമ്മിൽ ഒരുമിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. Instantly these things happen. നമ്മൾ ആ ജനസിസ്, ഈ എബ്രായ ലേഖനത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ടെങ്കിലും ജനസിസിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് മിക്കവാറും it concurs, or we call it corroborate എന്ന് വേണം നമ്മൾ പറയും.
വിശ്വാസത്തിൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗർപ്പിച്ചു. സോ ദൈവം പറഞ്ഞു, ടെസ്റ്റ് ചെയ്ത് ഉടനെ അനുസരിക്കാൻ തയ്യാറായി തീരുകയാണ്. ജനസിസ് 22 ആണല്ലോ ഈ ഭാഗം നമ്മൾ കാണുന്നത്. ഈ ജനസിസ് 22 ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്ന ആ ഡീറ്റെയിൽസ് നമ്മൾ കാണുന്ന ഒരു കാര്യം അവിടെ ഇങ്ങനെ വായിക്കുന്ന 3-ാം വാക്യത്തിൽ, ഏബ്രഹാം റോസ് ഏർലി ഇൻ ദ മോർണിംഗ് ആൻഡ് സാഡിൽ ദ ഡോങ്കി. അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ടു. സോ ദാറ്റ് ഈസ് ഒബീഡിയൻസ്. മേ ബി അന്ന് രാത്രിയിലായിരിക്കും സംസാരിച്ചത്. He didn't wait for several days, but immediately, the early morning, he got up, saddled the donkey. കഴുതയ്ക്ക് കോപ്പിട്ട് പോകാൻ തയ്യാറാകിയ. No stalling, no arguing with God, no bargaining. അബ്രഹാമിന് ദൈവത്തോട് ബാർഗെയിൻ ചെയ്യാനായിട്ട് അറിയാൻ വയ്യാത്ത ആളൊന്നുമല്ല. ഇൻ ദ കേസ് ഓഫ് ലോത്തിന്റെ കാര്യം വന്നപ്പോൾ അബ്രഹാം ദൈവത്തോട് ബാർഗെയിൻ ചെയ്യുന്നുണ്ട്. Abraham is a good bargainer. But here when it comes to his son, തന്റെ മകന്റെ വിഷയം വന്ന സമയത്ത്, he absolutely did not bargain with God. No stalling എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിഞ്ഞു നിന്നില്ല എന്നതിന്റെ അർത്ഥം. ചുറ്റിപ്പറ്റി വലിഞ്ഞു നിന്നില്ല. നോ ആർഗ്യൂയിങ് വിത്ത്, ദൈവത്തോട് താൻ ആർഗ്യൂ ചെയ്തില്ല. ദൈവം എന്തുകൊണ്ടാണ്, why you do this, why did you give me promise, ചോദിച്ചില്ല. നോ ബാർഗെയിനിങ്, വിലപേശിയില്ല. Abraham learned from his own experience. തന്റെ ജീവിതത്തിൽ നിന്ന് താൻ പഠിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് ഹാരാനിൽ കുറെ സമയം താൻ കളഞ്ഞു. ഹാരാനിൽ വന്നു വാർത്ത് കുറെ സമയം, he wasted a lot of time in Haran. And also he remembered very well the frightening, unforgettable story of Lot's wife. അനുസരണക്കേട് വരുത്തിവെച്ച വിന തന്റെ സഹോദരപുത്രന്റെ ഭാര്യയുടെ ജീവിതത്തിൽ കണ്ടത്. ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളി, നമ്മൾ വേദോസ്തി വായിക്കുന്നുണ്ട്. അവൾ ഉപ്പുതൂണായിപ്പോയി. Why? Because God told him not to turn back. So he knew very well that disobedience is difficult. ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് ദോഷത്തിലെ അവസാനിക്കത്തുള്ളൂ എന്ന് തനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയായിരുന്നു. So his obedience was swift and explicit, swift and immediate. നമ്മൾ കാണും, ഒരു മടി വിചാരിച്ചില്ല, ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാകിയ. ഓക്കെ. എന്നാൽ നമ്മൾ പറയുന്ന സമയത്ത് അതിന്റെ മറ്റു ഭാഗം, തൻ്റെ ശരീരത്തിന്റെ ഓരോ കണികയും, okay, every fiber of his natural being was rebelling against God, against what God called him to do. Okay, തന്റെ കാലുകൾ വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നില്ല. ഒരാളെ പറ്റി പറഞ്ഞു, his feet was like lead. ഉരുക്കുപോലെ കാല് വലിച്ചോണ്ട് പോകാൻ മേലാത്ത രീതിയിൽ കാലുകൾ സ്തംഭിച്ചു പോയി കാണും. Just think about human emotionന്റെ കാര്യം പറഞ്ഞു. ഹ്യൂമൻലി സ്പീക്കിംഗ്, ഹിസ് ഹ്യൂമൻ മൈൻഡ്, തന്റെ നാച്ചുറൽ ബോഡി, പ്രാകൃതമായിട്ടുള്ള തന്റെ ഈ ശരീരത്തിന്റെ, ഈ ശരീരത്തിന്റെ എല്ലാ കണികകളും ദൈവം പറയുന്ന വിഷയം ഇത് ടൂ മച്ച് ആണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. തന്റെ ഒരു പക്ഷേ കാലുകൾക്ക് പോലും ബുദ്ധിമുട്ടായിട്ട് എന്നിരിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. ഓക്കെ, എന്താണ് ദൈവം തന്നോട് ആവശ്യപ്പെട്ടത്? But Bible says അതൊക്കെ ഉണ്ടെങ്കിലും he did not turn aside. താൻ വലത്തോട്ടോ ഇടത്തോട്ടോ മാറിയില്ല. He just went on his way to the region of Moriah. മോറിയ മലയുടെ ആ ഭാഗത്തേക്ക് താൻ യാത്ര പോവുക. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അതായത് ഈ ഗ്രീക്ക് ടെൻസിനകത്ത് he did sacrifice എന്നൊരു ഇറ്റ്സ് എ കംപ്ലീറ്റഡ് ജോബ് ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും അബ്രഹാമിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും ഇറ്റ് ഈസ് ഫിനിഷ്, ഇറ്റ് ഈസ് എ ഡൺ ഡീൽ. അത് പൂർത്തീകരിക്കപ്പെട്ട ഒരു ദൗത്യമായിട്ടാണ് ദൈവം അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് he offered up his son. Okay, so the point is this: in terms of obedience to God, Abraham did it. He completely offered his beloved Isaac, the laughter and the joy of his life. തന്റെ ജീവിതത്തിൽ നാളുകൾ കാത്തിരുന്ന് കിട്ടിയ വാഗ്ദത്ത പുത്രനെ, തന്റെ സന്തോഷത്തിന്റെ കാരണം, തന്റെ ചിരിയുടെ കാരണമായ തന്റെ ഏകജാതനായ പുത്രനെ ദൈവത്തിനു വേണ്ടി വിട്ടുകൊടുത്തു.
എന്ന ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം. ഓക്കെ, അവിടെ പരിശുദ്ധാത്മാവ് ആ വിഷയം എടുത്ത് എഴുതാൻ അവിടെ ഇരിക്കുന്നതിന്റെ വാക്തത്വങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. ദിസ് ഇസ് വേഴ്സ് 18. അടുത്ത ചോദ്യം എന്ന് നമുക്ക് ന്യായമായി ചോദിക്കുന്ന കാര്യം, ഹൗ വാസ് ഏബ്രഹാം ഏബിൾ ടു ഡു ഇറ്റ്? എങ്ങനെ അബ്രഹാമിന് ഇത് ചെയ്യാനായിട്ട് കഴിഞ്ഞു? ന്യായമായിട്ടുണ്ടാകുന്ന ഒരു ചോദ്യമാണ്. We all can ask that question. How was it possible for Abraham to give his son? 19ാമത്തെ വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ you actually get the answer. അവിടെ എഴുതിയിരിക്കുന്നു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. ഏബ്രഹാം റീസൺഡ്, അവിടെ ഉപയോഗിച്ച സ്വരങ്ങൾ ശ്രദ്ധിച്ചോണേ, ഞാൻ NIV വായിക്കുന്നത്. Abraham reasoned that God could even raise dead, and so in a manner of speaking he did receive Isaac back. Let me see another translation here. He considered, okay, അടുത്ത വാക്യം he considered, മറ്റേത് he reasoned. He considered that God is able to raise people even from dead, from which he also received him back as a type. Okay, ഇവിടെ ഈ റീസൺ അല്ലെങ്കിൽ കൺസിഡേർഡ് എന്ന ആ പദം, ഓക്കെ, എണ്ണുകയും ചെയ്തു എന്നാ പറഞ്ഞു. എണ്ണുകയും ചെയ്തു. മരിച്ചവരുടെ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും ചെയ്തു. ഓക്കെ, ആ പദം ആക്ച്വലി വന്നിരിക്കുന്ന റൂട്ട് വേർഡിനകത്താണ്, അതിനകത്തുനിന്ന് വരുന്ന മറ്റൊരു പദമാണ് ലോഗരിതം. നമുക്കറിയാം ലോഗരിതം, ഇറ്റ് മീൻസ് ടു കാൽക്കുലേറ്റ്, ടു കമ്പ്യൂട്ട് എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. ആ റൂട്ട് വേർഡിൽ നിന്നാണ് നമുക്ക് ഇവിടെ എണ്ണുക എന്ന ഈ പ്രയോഗം നമ്മളോട് വായിക്കുന്നത്. ഇറ്റ് മീൻസ് ടു കാൽക്കുലേറ്റ് ഓർ ടു കമ്പ്യൂട്ട്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഐഡിയ എന്നു ചോദിച്ചാൽ, ഏബ്രഹാം യൂസ്ഡ് തൻ്റെ ആ യുക്തിയുടെ സ്റ്റോർ മുഴുവൻ താൻ ഉപയോഗിച്ചു. എല്ലാം യുക്തി ഉപയോഗിച്ച് ചിന്തിക്കാൻ തുടങ്ങി. He started to reason the situation out. സാഹചര്യങ്ങളെ കുറിച്ച് താൻ ഇങ്ങനെ കണക്ക് കൂട്ടാനായിട്ട് യുക്തിപൂർവം ബോധപൂർവം കണക്കൂട്ടാൻ തുടങ്ങി. അതായത് ഒരു ബ്ലൈൻഡ് ഫെയ്ത്തിൽ ചാടിയതല്ല എബ്രഹാം. നമ്മുടെ കാര്യം ഓർച്ചാൽ ബ്ലൈൻഡ് ഫെയ്ത്ത്, അന്ധമായ വിശ്വാസം. അന്ധവിശ്വാസം ഒന്നും അല്ലായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ബ്ലൈൻഡ് ഫെയ്ത്ത്. നമ്മൾ വിചാരിക്കും വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാം അന്ധമാണെന്ന്. നോ, ഏബ്രഹാം റീസൺഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. He calculated so well. Okay, so use his brain, he used the reason, he used the logic. He was eminently logical, ശ്രദ്ധിച്ചോണം, almost mathematical in his reasoning. തന്റെ ആ യുക്തി ഉപയോഗിച്ച് ചിന്തിച്ച വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും. വിശ്വാസത്തിന്റെ ന്യായവാദം തന്നെ നടത്തി. So faith sacrifices നമ്മൾ കണ്ടു, but faith also reasons. വിശ്വാസം ന്യായവാദം ചെയ്യുക, വിശ്വാസം ചിന്തിക്കുക, ന്യായം കണ്ടെത്തുക. എന്ത് should I believe God? ഈ ദൈവത്തെ വിളിക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? Should I believe this God? എന്നാൽ തൻ്റെ ആ ലോജിക്ക്, തൻ്റെ ആ യുക്തി എന്നൊക്കെ പറയുന്നത്, അത് നമുക്കവിടെ വിശ്വസിക്കാൻ കഴിയത്തില്ല. അത്ഭുതകരമായിട്ടുള്ള ഒരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. See, God had said that Abraham would have children as numerous as the stars and sand, and Abraham believed God. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് പറയുന്നുണ്ട്, നിന്റെ സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും ആകുമെന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അബ്രഹാം വിശ്വസിച്ചതാ. This is Genesis 15 story. God said through Isaac the great covenant and blessings would come. Okay, and Abraham believed God even though his body was as good as
dead. ഇവിടെ നമ്മൾ എബ്രായ ലേഖനം 11 അധ്യായത്തിലും നമ്മൾ കണ്ടു ശരീരം നിർജ്ജീവമായിരുന്നു. ജനസിസ് 17 നമ്മൾ കാണുന്നുണ്ട്. ഇനിയും അതേ ചിന്തയാണ് റോമാലേഖനത്തിന് 4 അധ്യായത്തിൽ പൗലോസ് എടുത്ത് അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ദൈവം പറഞ്ഞു നിന്റെ മകൻ ഇസഹാക്കിൽ കൂടെ, ത്രൂ ഐസക് ദ ഗ്രേറ്റ് കവനന്റ് ആൻഡ് ബ്ലെസ്സിംഗ് വുഡ് കം. ആ വാഗ്ദത്ത സന്തതിയിൽ കൂടെ ഉടമ്പടിയും അനുഗ്രഹങ്ങളും നിന്റെ ജനത്തിന് വരാനും പോവുക. സോ he started reasoning. This is what എണ്ണുക എന്ന് പറയുന്നത്, ഇതാണ് അദ്ദേഹം എണ്ണാൻ തുടങ്ങിയത്. So Abraham knew Isaac had come through a miraculous prophetic fulfillment of God's word. ദൈവം അബ്രഹാം ഇസഹാക്കിനെ കൊടുത്തത് ദൈവത്തിന്റെ ശക്തമായ ഒരു പ്രവചനത്തിന്റെ നിവൃത്തിയായി ആണ്, വാഗ്ദത്ത നിവൃത്തിയായിട്ടാണ് അബ്രഹാം അല്ലെങ്കിൽ ഇസഹാക്ക് അബ്രഹാമിന് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി തനിക്ക് വേറെ കാര്യം അറിയായിരുന്നു, ഐസക് ഹാഡ് നോ ചിൽഡ്രൻ. ഇപ്പൊ ഈ പറയുന്ന ഈ സമയത്ത് താൻ ചിന്തിക്കാൻ തുടങ്ങി, ഇസഹാക്കിന് മക്കളൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്തത്, അവൻ വിവാഹം പോലും കഴിച്ചിട്ടില്ല. ബൈ ദിസ് ടൈം ഐസക് ഈസ് നോട്ട് ഈവൻ മാരീഡ്. ഓക്കെ, നൗ എറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് പോലും ഗോഡ് ടോൾഡ് ഹിം ക്ലിയർലി, ഗോഡ് ടോൾഡ് ഹിം ടു സാക്രിഫൈസ് ഐസക്. വ്യക്തമായിട്ട് ദൈവം പറഞ്ഞതാണ്, നീ ഇസഹാക്കിനെ യാഗം കഴിക്കണം, നിന്റെ മകനെ, നിന്റെ ഏകജാതനെ, സകല വാഗ്ദത്തങ്ങളും ഹിഞ്ച് ചെയ്ത് കിടക്കുന്ന, തൂങ്ങിക്കിടക്കുന്ന, കണ്ണിയായിരിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെ തന്നെ, ഇസ്മായിലിനെ അല്ല, ഇസഹാക്കിനെ തന്നെ ഈ യാഗം കഴിക്കണം. സോ എബ്രഹാം ന്യൂ ദീസ് തിങ്സ്. ഓക്കെ, സോ അബ്രഹാമിന്റെ ആ ലോജിക്ക് നമ്മൾ പറഞ്ഞ കണക്കുകൂട്ടിയെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. He started reasoning. കണക്കൂട്ടാൻ തുടങ്ങി. വലഹൻ ചിന്തിച്ച് ഇത്രയാണ്, God could and would raise the dead. ദൈവത്തിന് മരിച്ച ഒരു വ്യക്തിയെ ഉയർപ്പിപ്പാൻ ദൈവശക്തനാണ്. ദൈവം അത് ചെയ്യാനും മനസ്സുള്ള ആളുവാണ്. ഇതുവരെയായിട്ടും അബ്രഹാം ഒരു റിസറക്ഷൻ കണ്ടിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. He has never seen a resurrection. But he knew God had to bring Isaac back to life. ഈ വാഗ്ദത്തങ്ങൾ പൂർത്തിയാകണമെങ്കിൽ ഞാൻ എൻ്റെ മകനെ വെട്ടിമുറിച്ചാലും അവനെ തിരിച്ചു കൊണ്ടുവന്നേ ഒക്കത്തുള്ളൂ. Amen. കാര്യം കണക്ക് കൂട്ടിയപ്പോൾ എന്താ കണക്ക് കൂട്ടിയത്? വാഗ്ദത്ത നിവൃത്തി നടക്കണമെങ്കിൽ ഇവൻ ജീവിച്ചേ ഒക്കത്തുള്ളൂ. ഇവനൊരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ വേണേ അവനെ കൊന്നാലും സാരമില്ലെന്ന് വിചാരിക്കായിരുന്നു. Even if I kill Isaac, slaughter Isaac, Isaac's son would go on, carry on. But no, Isaac doesn't have a child now. Isaac is not even married. So if I were to slash him, if I were to kill him, offer him, ഞാൻ ഇസഹാക്കിനെ ഇപ്പോൾ കൊല്ലുകയാണെങ്കിൽ, യാഗം കഴിക്കുകയാണെങ്കിൽ ദൈവം ഇസഹാക്കിനെ എഴുന്നേൽപ്പിച്ചേ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ all these things will not go. God would prove to be a liar if that happens. So he believed God. He reasoned. Logic ഉപയോഗിച്ചു. He started thinking. There was no other way. മറ്റൊരു വഴിയില്ല. God would keep his word. ദൈവം തന്റെ വാക്ക് പാലിക്കുന്ന ദൈവമാണ്. ഇതൊക്കെ ചിന്തിച്ചോണ്ടാ പോകുന്നത് കേട്ടോ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോവുക. പോയി മോറിയാമല ദൂരേന്ന് കാണുമ്പോൾ he tells his servants, തന്റെ കൂടെ വന്ന ദാസന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. Stay here with the donkey. നിങ്ങൾ ബാല്യക്കാർ, നിങ്ങളും കഴുതയും ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. Do not move any further. I and the boy will go over there and worship and come again to you. ഞാനും ബാലനും അവിടത്തോളം ചെന്ന് യാഗം കഴിഞ്ഞ ശേഷം ഞങ്ങൾ മടങ്ങി വരും. That's what faith does. Abraham's faith rested upon the greatness of God.
ദൈവത്തിന്റെ ശ്രേഷ്ഠതയിൽ താൻ വിശ്രമിക്കുക. He believed that God exists. ശ്രദ്ധിച്ചോണം, നമ്മള് ഈ 11-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാ. He believed that God exists and he rewards those who seek him. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും, ഓക്കെ, ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനെന്നും വിശ്വസിക്കേണ്ടതല്ലേ. That is exactly what Abraham is believing right now. The God exists, that he rewards those who seek him. Praise God. See, and Abraham's faith also was grounded in the creative power of God. But രണ്ട് കാര്യമുണ്ട്. Abraham's faith rested upon the greatness of God. ദൈവത്തിന്റെ ആ മഹത്വത്തിൽ, വലിപ്പത്തിൽ തന്റെ വിശ്വാസം വിശ്രമിച്ചു. Rested in the greatness, ആ വലിപ്പത്തിൽ, വലിമയിൽ തന്റെ വിശ്വാസം ഇത് വിശ്രമിക്കുക. അത് മാത്രമല്ല, his faith also was grounded on the creative power of God. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സൃഷ്ടി ശക്തിയിൽ എന്ത് ചെയ്തു? താൻ അടിസ്ഥാനപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത്. Praise God. Amen. See, by faith he understood that the universe was created by God, okay, by the word of God, so that what is seen was not made out of things that are visible. ഈ 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അവിടെ പറയുന്നു, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഈ ഭൂമിയിൽ കാണുന്ന ഒരു മെറ്റീരിയലും ഉപയോഗിച്ചല്ല എന്റെ ദൈവം ഇത് സൃഷ്ടിച്ചത്. That's what he says. Okay? So he understood the universe was created by the word of God, so that what is seen was not made out of things that are visible. ദൃശ്യമായിട്ടുള്ള ഏതെങ്കിലും മെറ്റീരിയൽസ് ഉപയോഗിച്ചല്ല തമ്പുരാൻ ഈ ലോകത്തെ, ഈ കാണുന്ന ലോകത്തെ ദൈവം ഉണ്ടാക്കിയത്. അവന്റെ വചനത്താൽ ദൈവം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും, കാണാനൊന്നുമില്ലെങ്കിലും, ദൃശ്യമായതൊന്നുമില്ലെങ്കിലും, ടാഞ്ചബിൾ ആയിട്ടൊന്നുമില്ലെങ്കിലും ആ ശൂന്യതയ്ക്കകത്ത് നിന്ന് സൃഷ്ടിക്കുവാൻ സൃഷ്ടിശക്തിയുള്ള ഒരു ദൈവത്തിൽ ആണ് തന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. 11-ാം അധ്യായത്തിലെ കാര്യം തന്നെ ഞാൻ പറയുന്നത്. He believed God exists and God is a rewarder of those who diligently seek him. തന്നെ അന്വേഷിക്കുന്നവർക്ക്, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനെന്നും വലിയ ദൈവത്തെ താൻ വിശ്വസിച്ചു. Praise God. He knew God could bring forth living out of nothing. ഒന്നുമില്ലാത്തതിൽ നിന്ന് ജീവനെ കൊണ്ടുവരുവാൻ, നിർജീവമായതിൽ നിന്ന് ജീവനെ കൊണ്ടുവരുവാൻ തനിക്ക് കഴിയും എന്ന് ഇതിനകം താൻ മനസ്സിലാക്കി കഴിയും. By now he learned it from personal experience that God can bring things to life, things that are dead. His own personal body is an example of that. Bible says, in fact, his body was as good as dead. തന്റെ ശരീരം നിർജീവമായി തീർന്നിട്ട്, see, when he brought forth Isaac, ഇസഹാക്കിനെ ജനിക്കുമ്പോൾ വിശ്വാസത്തിൽ സാറയും വാഗ്ദത്തം ചെയ്തതിനെ വിശ്വസ്തന് എണ്ണിയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ഉള്ള ശക്തി പ്രാപിച്ചു. 12-ാം വാക്യം. Just think about that for a moment. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ. So therefore there was born even of one man, and him as good as dead. As good as dead. മൃതപ്രായനായവന് തന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ സന്തതികളെ കൊടുക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ എൻ്റെ മകൻ ഇസഹാക്ക് ഉണ്ടായത് ശൂന്യതയിൽ നിന്നാണെങ്കിൽ, നിർജീവാവസ്ഥയിൽ നിന്നാണെങ്കിൽ,
അതേ ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ മരണത്തിൽ നിന്ന് ഇവനെ ഉയർപ്പിക്കുവാനും ജീവൻ കൊടുക്കുവാനും ദൈവത്തിന് കഴിയും. So he knew, he was so certain that here is God's promise through Isaac, that he saw it present. തനത് കാണുന്നത് പോലെ തന്നെ ദൂരെയുള്ള കാര്യങ്ങൾ, ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമായിട്ട് താൻ കാണുക. പ്രൈസ് ഗോഡ്. 20ാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിൽ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. Now we jumping into Isaac. Isaac, by faith, Isaac blessed Jacob. Okay. ഈ ഇസഹാക്കിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിന്റെ അത്രയൊരു കമ്മിറ്റ്മെന്റ് അബ്രഹാമിന്റെ അത്രയൊരു കമ്മിറ്റ്മെന്റോ ഒരു സമർപ്പണമോ വിശ്വാസമോ ഒന്നും ശരിക്കും ഇസഹാക്കിന് ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. He was kind of in the flesh. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു ജഡം ഇച്ചിരി ഉണ്ടായിരുന്നു പുള്ളിക്ക്. Not in faith. ഇവിടെ ഇസഹാക്കിനെ പറ്റി പറയുന്നുണ്ട്. ഇസഹാക്ക് പ്രായമായപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വിശ്വാസത്തിൽ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. ആ ഭാഗത്തേക്ക് വരികയാണ്. He wanted to bless Esau. തനിക്ക് ഏശാവിനെ അനുഗ്രഹിപ്പാനാണ് തനിക്ക് ആഗ്രഹം. With the birthright for carnal reasons. സ്വർഗീയമായ ദൈവത്തിന്റെ പ്ലാനോ പദ്ധതിയോ ഒന്നുമല്ല, മാനുഷികമായ ജഡീകമായ ചിന്ത കൊണ്ട് താൻ വിചാരിച്ചു ഈ അനുഗ്രഹം മൂത്തവന് കൊടുക്കണം. That is my plan എന്ന് അദ്ദേഹം വിചാരിച്ചു. He liked Esau. കാര്യം ഈശോയെ കണ്ടാൽ he is more manly. അവന്റെ ശരീരത്തിൽ മുഴുവൻ രോമമൊക്കെ ഉണ്ട്. അവനെ കണ്ടാൽ നല്ല എന്തിയ ഒരു പുരുഷന്റെ ലക്ഷണമൊക്കെ ഉണ്ട്. അവനെ കണ്ടാൽ പുരുഷത്വം ഉണ്ട്. He looked tough. തന്നെ നമുക്കറിയാം he was a hunter and he liked the wild game he brought home. തുമ്പി വേട്ട പിടിച്ചോണ്ട് വേട്ട ഇറച്ചി അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അവന് കൊണ്ടേ കൊടുക്കുവാൻ. അതുകൊണ്ട് എന്തുകൊണ്ടോ ഈ ഏശാവിനോട് ഇസഹാക്കിനൊരു പ്രത്യേക മമതയുണ്ടായിരുന്നു. ഓക്കെ. എന്നാൽ ദൈവത്തിന്റെ പ്ലാൻ ഏശാവിനെ അനുഗ്രഹിക്കാനല്ലായിരുന്നു. അത് ഇസഹാക്ക് അറിയേണ്ടതായിരുന്നു. But he did not know because he was in the flesh. He is operating in the flesh. ജഡത്തിലാണ് അതിന്റെ ഓപ്പറേഷൻ മുഴുവൻ. അപ്പം നമ്മൾ കാണുന്നുണ്ട് അവിടെ എഴുതിയിരിക്കുന്നു by faith Isaac blessed. Isaac came to the place of faith when he discovered that he had actually blessed Jacob instead of Esau. So ഇവിടാണ് വലിയ പ്രശ്നം. നമുക്കറിയാം, ആ സ്റ്റോറി അറിയാമല്ലോ. ഇതിനകത്ത് തന്റെ ഭാര്യയ്ക്ക് റിബേക്കായ്ക്ക് ഒരു കൈയുണ്ട്. അവരിത് കേൾക്കുന്നുണ്ട്, നിന്നെ അനുഗ്രഹിക്കാൻ പോവാന്ന്. വേട്ടയിറച്ചി കൊണ്ടുവരാൻ ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവാ. ദിസ് ഇസ് ഓൾ ഹിസ് ഹ്യൂമൻ മൈൻഡ്. ശ്രദ്ധിച്ചോണം, അദ്ദേഹത്തിന്റെ മാനുഷികമായ ബുദ്ധിയിൽ ഉദിച്ച കാര്യങ്ങളൊക്കെയാ. മൂത്തവനെ അനുഗ്രഹിക്കണം, അവന് ജ്യേഷ്ഠാവകാശം കൊടുക്കണം, ഇവൻ മിടുക്കനാവും, ഇവൻ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. പക്ഷെ ദൈവം നീ എന്താണ് ചെയ്യുന്നത്, നിന്റെ പരിപാടികൾ എന്താണ് കർത്താവേ എന്ന് ഒരു വാക്ക് ഓരോരും പ്രാർത്ഥിച്ചില്ല. He had no plans. അപ്പം അവിടെ താൻ അനുഗ്രഹിച്ചു കഴിഞ്ഞു. നമ്മള് ഈ ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം ജനസിസ് 27 അവിടെ നമ്മൾ കാണുന്നുണ്ട്. ആ 27-ാം അധ്യായം വായിച്ചു കഴിയുമ്പോഴത്തേക്കിന് ഒത്തിരി ഡ്രാമ ആയിക്കൊണ്ട് നടക്കുന്നുണ്ട്. യാക്കോബ് അപ്പനെ കളിപ്പിച്ച് ആട്ടിരോമൊക്കെ കൈ വെച്ച് കെട്ടി, കണ്ണൊന്നും കാണത്തില്ല അപ്പന് ജസ്റ്റ് ബ്ലൈൻഡ് ആവും. സോ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. ആടിനെ കൊന്നു, അമ്മ ഉണ്ടാക്കി ഭക്ഷണം കൊണ്ട് കൊടുത്തു, സന്തോഷിച്ചു, എന്നുവെച്ചാൽ അനുഗ്രഹിച്ചു. ആദ്യമൊക്കെ ചോദിച്ചു, സംശയം തോന്നി, നിന്റെ ശബ്ദം കേട്ടിട്ട് ഏശാവിന്റെ ശബ്ദം പോലെ അല്ലല്ലോ. അപ്പൊ ഇങ്ങനെ തൊട്ടു നോക്കാനൊക്കെ പറഞ്ഞു. പ്രോബ്ലി ടു ഓൾഡ്. അങ്ങനെ അനുഗ്രഹം എല്ലാം ജ്യേഷ്ഠാവകാശം അവൻ മേടിച്ചു. 23-ാമത്തെ 27-33 ഇങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് the son, the oldest son comes. Okay, മൂത്തവൻ വരികയാണ്. മൂത്തൻ വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ച
കാര്യങ്ങളൊക്കെ അവൻ അറിയുക. അപ്പൻ ഓൾറെഡി എന്ത് ചെയ്തു? അനുജനെ ഏശാവ് അപ്പന്റെ വാക്കുകൾ അപ്പം പറഞ്ഞ ഇസ്ഹാക്ക് അത്യന്തം അതിന്റെ 33-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 32 നീ ആരെന്ന് ചോദിച്ചാൽ ഞാൻ നിന്റെ മകൻ, നിന്റെ ആദ്യാതെന്ന് ഏശാവ് പറഞ്ഞു. അപ്പോൾ ഇസ്ഹാക്ക് അത്യന്തം ഭ്രമിച്ച് നടുങ്ങി. Look at that. Verse 33 says, Isaac trembled violently. I don't know if you really paid attention to that verse. നമ്മൾ വിചാരിക്കുമോ പുള്ളിക്ക് ഒരു അവിടെ എഴുതിയിരിക്കുന്നത് Isaac trembled violently and said, who was he then that hunted game and brought it to me, so that I ate of all of it before you came, and blessed him. അത്യന്തം ഭ്രമിച്ച് നടങ്ങി. ആ വേട്ട തേടി എന്റെ അടുക്കൽ കൊണ്ടുവന്നവൻ ആര്? നീ വരും മുമ്പ് ഞാൻ സകലവും തിന്നവനെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയാം. See, he wanted to bless him, but he could not bless him. പക്ഷേ when he realized that he would be always defeated when he tries to resist God's will, അതുകൊണ്ടാണ് താൻ നടുങ്ങിപ്പോയത്. വേറെ ആര് വന്ന് ഇത് അപഹരിച്ചു കൊണ്ടുപോയി എന്ന് the moment Isaac realized, കളിപ്പ് പറ്റിപ്പോയല്ലോ എന്നാണ് അതിന്റെ ശരിക്കും പറഞ്ഞ അതിന്റെ അർത്ഥം. Man, look at what happened. I am defeated. ഇതാണ് തന്റെ വിഷയം. He felt he was defeated because he was trying to resist God's will. ദൈവത്തിന്റെ ഹിതം റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ എനിക്കറിയത്തില്ല, ദൈവം ഇസഹാക്കിനോട് യാക്കോബിനെ അനുഗ്രഹിക്കണം എന്നിങ്ങനെ പറഞ്ഞു വന്നോന്ന് എനിക്കറിയത്തില്ല. മേ ബി വി നെവർ നോ. ബട്ട് അദ്ദേഹത്തിന്റെ ഉള്ളില് അനിയനെ അനുഗ്രഹിക്കാൻ, ഈ കൊച്ചുമാനെ അനുഗ്രഹിക്കാൻ ഒരു പ്ലാനും ഇല്ല. ഐ ഡോണ്ട് തിങ്ക് ഐ എം ഗോയിങ് ടു ബ്ലസ് ഹിം. ഐ എം ഗോയിങ് ടു ബ്ലസ് മൈ സൺ. അവനോട് പറയാണ്, മോനെ നീ പോയി വേട്ടയിറക്കി കുക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുക. എന്നോട് ദൈവം പറയുന്നുണ്ട് മറ്റവനെ അനുഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുക. തന്റെ മനസ്സിലതൊക്കെ ഇരിക്കുക. അതൊന്നും അവനോട് പറഞ്ഞു കാണത്തില്ല. ബട്ട് യു ഗോ ബ്രിങ് ഇറ്റ്. തന്റെ പ്ലാനിങ്ങിനകത്ത് ഇതൊക്കെ വന്നു. But God defeated him. Okay, he resisted God's will even when he did not like it. തനിക്ക് ഇഷ്ടപ്പെട്ടില്ല ദൈവം ചെയ്തത്. But he came to learn that despite his arrogant attempts against the will of God, God's will was glorious. തനിക്കൊരു കാര്യം തനിക്ക് മനസ്സിലായി, ഞാൻ ദൈവഹിതത്തിന് വിരോധമായിട്ട് എന്റെ സ്വന്തം ഇഷ്ടത്തിൽ മൂത്ത മകനെ ഞാൻ അനുഗ്രഹിക്കാൻ പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ടിരിക്കുമ്പോഴും ദൈവത്തിന്റെ പദ്ധതികൾ തമ്പുരാൻ അതിനകത്തൂടെ നടത്തിയെടുത്ത് എന്നെ തോൽപ്പിച്ചു. എന്നിട്ടും തനിക്കൊരു കാര്യം മനസ്സിലായി, God's will is glorious. ദൈവത്തിന്റെ ഹിതമാണ് ഏറ്റവും മനോഹരമായത്. അതിന്റെ ഏറ്റവും അവസാന പദം ശ്രദ്ധിച്ചോണം, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്നും പറഞ്ഞു. This is where you see that change. He shall be blessed. ശപിച്ചില്ല. Yes, and he shall be blessed. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഇതുകൊണ്ടാണ് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ഇസഹാക്ക് കയറാൻ ഒറ്റ കാരണം. That is the only reason. By faith, the faith in Isaac blessing came in after Isaac's attempt to thwart the will of God was destroyed. ദൈവത്തിന്റെ പദ്ധതികൾ ഡീറെയിൽ ചെയ്യാനുള്ള ആ ഇസഹാക്കിന്റെ പദ്ധതികൾ തമ്പുരാൻ പൊളിച്ചു കഴിഞ്ഞ ശേഷമാണ് തനിക്കൊരു കാര്യം മനസ്സിലായി. Indeed, he shall be blessed. ദൈവം അനുഗ്രഹിക്കുന്നവനെ വേറെ ഒരുത്തനും അനുഗ്രഹിക്കാതിരിക്കാൻ ഒക്കത്തില്ല. അനുഗ്രഹം അവന്റെ വഴിക്കേ പോകത്തുള്ളൂ. ഞാൻ എന്തെല്ലാം നിരോധിച്ചാലും it will just going to go that way. He shall be blessed. അപ്പൊ യേശാവിന് ഇത് കേട്ടപ്പോ എന്ത് മനസ്സിൽ പ്രയാസം ഉണ്ടായിക്കാണോന്ന് എനിക്കറിയത്തില്ല. Isaac knew that his weak attempt to tell God what to do was defeated, and he responded in the faith and said, okay God, you win.
Let Jacob be blessed with the birthright, and let Esau be blessed after him in his own way. ദൈവം, നീ ജയിച്ചു, ഞാൻ തോറ്റു, അതുകൊണ്ട് യാക്കോബ് അനുഗ്രഹിക്കപ്പെടട്ടെ. അതിനുശേഷം വല്ലതും ഉണ്ടെങ്കിൽ ഇസഹാക്കും അതിനുശേഷം അനുഗ്രഹിക്കപ്പെടട്ടെ. Just think about that for a moment. You know, these verses commended Isaac's faith in blessing both Jacob and Esau when he spoke of their future, and the aged Jacob's faith in blessing the sons of Joseph. നമ്മൾ പിന്നെ അത് കാണുന്നുണ്ട്. ഇനി യാക്കോബ് പിന്നെ അനുഗ്രഹിക്കാൻ വരുന്ന സമയത്തും നമ്മൾ കാണുന്നുണ്ട്. യോസഫിന്റെ മക്കളെ അനുഗ്രഹിക്കാൻ വരുന്ന സമയത്ത് യോസഫ് പ്ലാൻ ചെയ്ത് വെച്ച് മൂത്തവനെ കൊണ്ട് വലത്ത് സൈഡിൽ കൊണ്ട് നിർത്തുന്നു, മറ്റവനെ മറ്റേ സൈഡ് ബർത്ത് ഓർഡർ അനുസരിച്ച് കൊണ്ട് നിർത്തുന്നു. പക്ഷേ നമ്മൾ കാണുന്നുണ്ട്, ജേക്കബ് ഇസ് അബൌട്ട് ടു ബ്ലസ്, എന്ത് ചെയ്തു? ന്യായമായിട്ട് ഇങ്ങനെ വെക്കേണ്ട കയ്യ് തമ്പുരാൻ ഇങ്ങനെ വെപ്പിച്ചു. This is how God works. See, Isaac passed the promises to Jacob, and Jacob passing it to Joseph and the future generations. See, both Isaac and Jacob showed faith in recognizing that God intended to give greater blessing to the youngest son, and they accepted God's sovereign plan rather than resisting God. So Isaac passed the promises and blessings to Jacob. 27ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇസഹാക്ക് അനുഗ്രഹങ്ങൾ യാക്കോബിന് കൊടുക്കുന്നു. ജേക്കബ് shared them with 12 sons. യാക്കോബ് ആ അനുഗ്രഹങ്ങൾ 12 മക്കൾക്കും കൊടുക്കുന്നുണ്ട്. Jacob was a pilgrim. Even as he was dying, he was leaning on his pilgrim staff. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. അത് പറഞ്ഞവിടെ അവസാനിപ്പിക്കാനായിട്ട് നമ്മുടെ സമയം കഴിഞ്ഞല്ലോ. നമ്മൾ ഈ അധ്യായത്തിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് ഇവിടെ കാണുന്നുണ്ട്, യാക്കോബ് മരണകാലത്തെങ്കിൽ യോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. വടിയുടെ അറ്റത്തെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ പിൽഗ്രിം സ്റ്റാഫ്. ഓക്കെ, ദാറ്റ് ഈസ്, നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. ഈ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ആളുകളുടെ കയ്യിൽ ഒരു വടിയുണ്ട്. ആ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട്, ലീനിങ് ഓൺ ഹിസ് പിൽഗ്രിം, അതേ ചാരിക്കൊണ്ട് നിന്നുകൊണ്ടാണ് താൻ ദൈവത്തെ നമസ്കരിക്കുന്നത്. സോ ബ്യൂട്ടിഫുൾ. അവസാനം യോസഫിനെ പറ്റി പറയുന്നത്, വിശ്വാസത്താൽ യോസഫ് താൻ മരിക്കാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർമ്മിപ്പിച്ച് തന്റെ അസ്ഥികളെ കുറിച്ചുള്ള കൽപ്പന കൊടുത്തു. ഇനി ഇവരെ അടുത്ത ആളെ പറ്റി പറയുന്നത്, യോസഫിനെ പറ്റി പറയുന്നത്, യോസഫിനെ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ വരാനുള്ള ഒരു മെയിൻ കാരണം ഇവിടെ പറഞ്ഞ വിശ്വാസത്തിന്റെ ഒരു കാത്തിരിപ്പിന്റെ പറ്റിയാണ് പറഞ്ഞത്. ഓക്കെ, തനിക്കറിയാം തന്റെ കുടുംബം തന്നോട് എന്ത് ചെയ്തു, how they treated him, what happened, how he was sold, how he ended up in Egypt. ഓക്കെ, ഇതൊന്നും തന്റെ വിശ്വാസത്തിൽ തന്നെ വീക്കൻ ചെയ്തില്ല. He did not go weary. താൻ ക്ഷീണിച്ചു പോയില്ല. He trusted in God. Okay, he grew stronger and did not use his family, his job or circumstances as an excuse for unbelief. അവിശ്വാസത്തിന്റെ തന്റെ കുടുംബക്കാരനോട് ഇത് ചെയ്തു, അല്ലെങ്കിൽ ഇത് എന്റെ സാഹചര്യം, എന്റെ ജോലിയിൽ ഫറവോന്റെ വീട്ടിൽ ഇത് സംഭവിച്ചു, പൊത്തിഫറിന്റെ വീട്ടിൽ, none of those things. He did not use any of those excuses. He simply trusted in God. എന്നാൽ പ്രായമായപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി, യോസഫിന് ഒരു കാര്യം മനസ്സിലായി, ദിസ് വേൾഡ് ഈസ് നോട്ട് മൈ ഹോം. ഈ ഈജിപ്റ്റ് എൻ്റെ വീടല്ല. ഇവിടെ എനിക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും, രാജകീയമായ ഒരു വലിയ പദവി എനിക്കിവിടെ ഉണ്ടെങ്കിലും എന്നെ ഇവിടെ കുഴിച്ചിടാൻ ഞാൻ അനുവദിക്കത്തില്ല. ഹിസ് ബോഡി വാസ് പ്രോബ്ലി എംബാംഡ്. എംബാമൊക്കെ ചെയ്തിട്ട് താൻ അവരോട്, സഹോദരന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹി മെയ്ഡ് ദം പ്രോമിസ് ടു ഹിം ടു ക്യാരി his remains out of Egypt. They did it. In Exodus chapter 13 നമ്മളത് കാണുന്നുണ്ട്. ജോഷുവയിലും നമ്മളത് കാണുന്നത്. Joseph showed his faith by giving directions concerning
his future burial after the Exodus. നിങ്ങൾക്കൊരു എക്സോഡസ് വരാൻ പോവുക. ഇവിടെ നിങ്ങൾ പോകുന്ന ഒരു ദിവസം ഉണ്ടാകും. അന്ന് എൻ്റെ അസ്ഥികളും കൂടെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണം. അത് അവരെ കൊണ്ട് പ്രോമിസ് ചെയ്യും. ബിലീവിങ് ഇൻ എ ഫ്യൂച്ചർ എക്സോഡസ് ഓഫ് Jews and Egypt involve considerable faith. അപ്പൊ ഇവരോട് ഇവിടെ ഈ ലേഖനകർത്താവ്, എബ്രായ ലേഖനകർത്താവ് ഇവരോട് പറയുക. അടുത്ത മോശയുടെയാണ്. അതിൽ വരുന്നതിന് മുമ്പ് കൂടെ അവസാനിപ്പിക്കാം. ഇവിടെ things are going so well. എല്ലാം ഭംഗിയായിട്ട് പോവുക. Brothers are doing so good. But he came to understand. This is faith began to see. വിശ്വാസത്തിൽ കണ്ടു. He saw Exodus. ഒരു പുറപ്പാട് വിശ്വാസത്തിന്റെ കണ്ണുകളിൽ താൻ കണ്ടു. സഹോദരന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർമ്മിപ്പിച്ചു. He reminded them about an Exodus that will come. അവന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. You should carry my bones and bury along with my fathers. വിശ്വാസത്താൽ അത് കണ്ടു. So look at each of these people, whether it's Joseph, whether it is Jacob, whether it is Isaac, ഇസഹാക്ക് എന്ത് ചെയ്തോളൂ? യേശാവിനെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചെങ്കിലും തമ്പുരാൻ പണി പാളിപ്പിച്ചു. ദൈവം തോൽപ്പിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ ദൈവത്തിന് കീഴടങ്ങിയേച്ച് പറഞ്ഞു, ഓ ലെറ്റ് ഹിം ബി ബ്ലെസ്ഡ്. യാക്കോബ്, ജോസഫ് വിചാരിച്ചു യാക്കോബിനെ കൊണ്ട് ബർത്ത് ഓർഡർ അനുസരിച്ച്, ജന്മ തീയതികൾ അനുസരിച്ച്, വയസ്സനുസരിച്ച് മൂത്തവനെ ഇളയവനെ അനുഗ്രഹിക്കാം. എന്നാൽ അവിടെ വന്നപ്പോൾ തമ്പുരാൻ കൈമാറ്റി വെപ്പിച്ച് അനുഗ്രഹിച്ചു. വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട്, അവിടെ ആയിരിക്കും വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. He remained as a pilgrim. ഒരു പിൽഗ്രിമിനെ പോലെ മരിക്കുന്ന സമയത്തും താൻ ജീവിച്ച അങ്ങനെയാണ്. They were all looking for a better city. യോസഫ് താൻ മരിക്കാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർമ്മിപ്പിച്ചു. അവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, ദിസ് വേൾഡ്, ഈ മിസ്രൈം നമ്മുടെ വീടല്ല. This is not our home. We'll be moving from here. A time will come when we'll move from here. ഇതിന്റെ എല്ലാം സ്പിരിച്വൽ ആപ്ലിക്കേഷൻസോടെ നമ്മൾ ചിന്തിച്ചാൽ എത്ര ഭംഗിയായിരിക്കും. നമുക്കും പറയാനൊക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഇതുള്ളൂ. നമുക്കും നമ്മുടെ തലമുറയോടും പറയാനൊക്കുന്ന ഒരു കാര്യം, live by faith. It's a life of faith. ഇവിടെ തീരേണ്ട ആളുകളല്ല നമ്മൾ, ഇവിടെ അവസാനിക്കേണ്ട ആള്, ഇവിടെ കുടീരങ്ങൾ, ശവകുടീരങ്ങൾ കെട്ടി മോണ്യുമെന്റ്സ് ഉണ്ടാക്കുന്ന ആളുകളല്ല നമ്മൾ. We are pilgrims on a journey. നമ്മൾ ദൂരെ യാത്ര ചെയ്യുന്ന യാത്രക്കാരാ. Let's go by faith. Let's endure sufferings. വിശ്വാസത്തിൽ അവരെല്ലാം വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ എല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു. എന്നാൽ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ച ദൈവത്തിന്റെ പൈതലേ, രക്ഷിക്കപ്പെട്ട ദൈവത്തിന് പേര്, ക്രിസ്തുവിനെ അനുഭവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇനിയും അല്പകാലം കൂടി ഉണ്ട്. ഇവിടെ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ട്. ഈ ലോകത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും ഒക്കെ തിരിച്ചു പോകണമെന്നൊക്കെ തോന്നും. വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ നമ്മളോട് പറയാം. ജസ്റ്റ് ബി എ ഹീറോ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ, അതുകൊണ്ട് ഇനിയും 12 തുടങ്ങുന്നതന്നെ സന്തോഷം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.